പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യനുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായി സന്ധ്യാസമയത്തിന് കർത്താവിനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഞങ്ങളുടെ സ്നേഹിതനായി ആദ്യനും അന്ത്യനുമായി ആൽഫയും ഒമേഗയുമായി ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ്, നിലയങ്കി ധരിച്ചവനായി മാറത്ത് പൊൻകച്ച കെട്ടിയവനായി ഉലയി ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ടിൽ സദസ്യമുള്ള കാലയളവനായിക്കൊണ്ട് 7 നക്ഷത്രങ്ങളെങ്ങ് വലങ്കയ്ക്ക് പിടിച്ച് 7 നിലവിളക്കുടെ നടുവിൽ ഉലാവുന്നവനായി നീ ഞങ്ങളുടെ മധ്യത്തിലുള്ളതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ബലഹീനതകൾക്കും ഇത് നിന്റെ കൃപ കൊണ്ട് കവിഞ്ഞ് കർത്താവെ, നീ ഞങ്ങളെ ചേർത്ത് നിർത്തുന്ന കൃപയ്ക്കായി സ്തോത്രം. വ്യാധവണ്ണം ഞങ്ങളെ സൂക്ഷിച്ച് നിന്റെ മഹിമാസനത്തിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ നീ ശക്തനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അത് ഏറ്റുപറയും ചെയ്യുന്നു. കർത്താവെ, നിന്റെ കൃപ മതി എന്ന് പറയുവാൻ നീ ഞങ്ങളെ സഹായിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. തിരുവഴുത്തുകളെ ധ്യാനിപ്പാൻ കൃപ നൽകിയാട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ പൂർണ്ണ കർത്തൃത്വം ഏറ്റെടുത്തുകൊണ്ട് മാനുഷ്യ ബുദ്ധിയല്ല, ദൈവത്തിൻ്റെ ഹിതം ഞങ്ങളെ അറിയിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശബ്ദം കടന്നു ചെല്ലുന്ന ഓരോ വ്യക്തികളെ, ഒരു പരിസരങ്ങളെ, അവരുപയോഗിക്കുന്ന ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളെ നിന്റെ നാമത്തിൽ നിന്റെ പ്രായശ്ചിത്തം ഏതുമായിട്ട് സാങ്ക്ടിഫൈ ചെയ്യുകയാണ്. മഹത്വം ഞങ്ങൾ ക്രൂശിനെ കരേറ്റുന്നു, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. സ്തോത്രം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഫൗണ്ടേഷൻ ഓഫ് ക്രിസ്ത്യൻ ഫെയ്ത്ത് എന്ന ഒരു ഡോക്ടറേറ്റ് അല്ലെങ്കിൽ ഒരു 52 ക്ലാസ്സുകളിൽ കൂടെ യഥാർത്ഥ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന ഉപദേശം എന്താണെന്ന് നാം കഴിഞ്ഞ ചില നാളുകളായിട്ട് ചിന്തിച്ചു. ഏകദേശം 5-8 മാസത്തോളം അതിനെടുത്തു. ടോട്ടൽ 52 ക്ലാസ്സസ് ആണ് അതിനകത്തുള്ളത്. അത് ഇന്നും യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഇതുവരെ ആരെങ്കിലും കേൾക്കാത്തവരുണ്ടെങ്കിൽ ഇനി ഓൺലൈനിൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനലിൽ കേൾക്കുന്നെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ബേസിക് നോളേജുകൾ അത്യന്താപേക്ഷിതമായിട്ട് ഓരോ വ്യക്തികളും അറിഞ്ഞിരിക്കേണ്ട ആവശ്യമാണ്. ക്രിസ്ത്യൻ മതത്തിൻ്റെ അല്ല, ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ. ഓക്കെ, അത് നമ്മൾ ചിന്തിച്ചു പോകുന്നത് എന്തുകൊണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മൾ ഒരു പുതിയ ക്ലാസ്സിലേക്ക് ഇന്ന് വരുവാൻ ആഗ്രഹിക്കുന്നത്. അതിന് മുമ്പ് ഞാനൊന്ന് പറയട്ടെ. അനേക വിശ്വാസഗോളത്തിൽ അനേകർക്ക് ഒരു തെറ്റിദ്ധാരണയുള്ള ഒരു കാര്യം ഞാനൊന്ന് ക്ലിയർ ചെയ്യുകയാണ്. മിക്കവാറും എല്ലാ ക്ലാസ്സുകളുടെയും അല്ല എല്ലാ സബ്ജക്റ്റുകളുടെയും ആരംഭത്തിൽ ഞാനത് വളരെ ഓർമ്മിപ്പിക്കാറുണ്ട്. നമ്മുടെ രക്ഷ നടക്കണമെങ്കിലുള്ള രക്ഷ എന്ന് പറയുന്നത് എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു സെർട്ടൈൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. എല്ലാ ക്രിയേഷൻസും ദൈവം വ്യർത്ഥമാക്കി ഉണ്ടാക്കിയതല്ല, അല്ലെങ്കിൽ വ്യർത്ഥമായിട്ട് ഉളവായി വന്നതുമല്ല. ഡാർവിൻ പ്രിൻസിപ്പിൾ അനുസരിച്ച് കൊണ്ടൊന്നും തന്നെ വന്നതല്ല. ഡിവൈൻ പർപ്പസോടുകൂടെ നല്ലതെന്ന് കണ്ട് ഓരോ ക്രിയേഷൻ നടക്കുമ്പോഴും നല്ലതെന്ന് കണ്ട് ദൈവം തൃപ്തിപ്പെട്ടതാണ്. തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് മനുഷ്യനെ സൃഷ്ടിച്ചതും. അതും ഒരു സെർട്ടൈൻ പർപ്പസ്. ചുരുക്കമായിട്ട് പറഞ്ഞാൽ തന്നോടുകൂടെ ഒരേ സിംഹാസനത്തിലിരുന്ന് മറ്റ് സൃഷ്ടികളുടെ കർത്തൃത്വം നടത്തുക, അല്ലെങ്കിൽ മറ്റു സൃഷ്ടികളുടെ മേൽ വാഴുക, റൂൾ ഓവർ ദം. ഇതാണ് മനുഷ്യനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ എറ്റേണൽ പർപ്പസ്. ഈ പർപ്പസ് അക്കംപ്ലിഷ് ചെയ്യുവാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും, മെറ്റീരിയലായിട്ടുള്ളത്, ഫിസിക്കലായിട്ടുള്ളത്, സ്പിരിച്വലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും തന്നെ ക്രിസ്തു യേശുവിൽ സൗജന്യമാണ്, ഫ്രീ ഓഫറാണ്. യു ഡോണ്ട് നീഡ് ടു വറി, യു ഡോണ്ട് നീഡ് ടു റൺ ഹിയർ ആൻഡ് ദെയർ. നീ ക്രിസ്തുവിൽ ആശ്രയിച്ചുകൊണ്ട് ഡിവൈൻ പർപ്പസ്, ദൈവമേ ഞാൻ ഈ ഭൂമിയിലായിരിക്കുന്നതിൻ്റെ പർപ്പസ്, നിന്റെ ഹിതം എന്നെ നിറവേറുവാൻ ഞാൻ ഏൽപ്പിക്കുന്നു എന്ന് പറയുന്നുവെങ്കിൽ ബാക്കി കാര്യങ്ങൾ ദൈവം നടത്തും. ആ രക്ഷ എന്ന് പറഞ്ഞ് അത് ആ പർപ്പസ് അക്കംപ്ലിഷ് ചെയ്തില്ലെങ്കിൽ ആ സൃഷ്ടിയോടുള്ള ദൈവത്തിൻ്റെ ക്രോധത്തിൽ നിന്നുള്ള രക്ഷയാണ് ഈ രക്ഷ എന്ന് പറയുന്നത്. ആ പർപ്പസ് അക്കംപ്ലിഷ് ചെയ്തില്ലെങ്കിൽ ദൈവത്തിന് ഉപയോഗശൂന്യമെന്ന് പറഞ്ഞ് കണ്ടം ചെയ്യാനേ സാധിക്കുകയുള്ളൂ. ഒരു അഡ്ജസ്റ്റ്മെൻറ്റോട് കൂടെ ഉപയോഗിക്കാൻ സാധ്യമല്ല.
അപ്പോൾ നിങ്ങൾ അടുത്ത മണി ചിന്തിക്കാം, ക്വസ്റ്റ്യൻസ് ഒത്തിരി വരാം. എല്ലാ മനുഷ്യരും അങ്ങനെ തന്നെയാണോ? എല്ലാവരും സ്വർഗത്തിൽ പോവില്ലേ? ദൈവം കരുണയുള്ളവരാണല്ലോ, ദൈവം നീതിമാനാണല്ലോ, ദൈവ സ്നേഹം തന്നെയാണല്ലോ, അനേക വാക്യങ്ങൾ കൊണ്ടുവരാം. ഓഫ് കോഴ്സ് ഇതെല്ലാം ശരിയാണ്. എന്നാൽ ദൈവക്രോധത്തിൽ നിന്നുള്ള രക്ഷ പ്രാപിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ മിനിമം കണ്ടീഷൻസ് ആണ്. കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നോട്ട് വിത്തൗട്ട് വിച്ച്. ഇവിടെ പറയുന്ന കണ്ടീഷൻസ് അതിൻ്റെ പൂർണ്ണതയിൽ അക്കംപ്ലിഷ് ആകാത്തിടത്തോളം ദൈവം എത്ര കരുണയുള്ളവനായാലും എത്ര സ്നേഹിതനായാലും തൻ്റെ കൃപയാൽ തൻ്റെ കരുണ കൊണ്ട് ഒരു മനുഷ്യനെ രക്ഷിക്കുവാൻ അവന് സാധ്യമല്ല. മേക്ക് ഷുവർ ദൈവത്തിൻ്റെ സ്നേഹത്തോണ്ട് കൃപ കൊണ്ട് കരുണ കൊണ്ടോ ഈ കണ്ടീഷൻസ് ഫുൾഫിൽ ആകാത്തിടത്തോളം ദൈവത്തിന് ഡിവൈൻ ലോയുടെ ബേസിസിൽ, ഞാൻ പറയുന്നത് ഡിവൈൻ ലോയുടെ ബേസിസിൽ ദൈവത്തിന് ചെയ്യുവാൻ സാധ്യമല്ല. അതിൻ്റെ ഫസ്റ്റ് കണ്ടീഷനാണ് അറ്റോൺമെന്റ്, അല്ലെങ്കിൽ പാപപരിഹാരം, അല്ലെങ്കിൽ പ്രായശ്ചിത്തം എന്ന് പറയുന്നത്. ഇത് മനുഷ്യനെ കൊണ്ട് സാധ്യമല്ല. പിതാവായ ദൈവം പുത്രനായ ദൈവം തമ്മിലുള്ള ഒരു കവനന്റ് ആണ്, കവനന്റ് ഓഫ് റിഡംഷൻ എന്ന് പറയും. അത് പിതാവായ ദൈവം അതിനകത്ത് ആവശ്യപ്പെടുന്നത്, അതിൻ്റെ കക്ഷികൾ എന്ന് പറയുന്നത് പിതാവായ ദൈവം പുത്രനായ ദൈവമാണ്. വീണ്ടെടുക്കപ്പെടേണ്ട നമ്മൾ അതിനകത്തൊരു കക്ഷിയല്ല, വീണ്ടെടുക്കപ്പെടേണ്ട ജനമാണ്. നമുക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. പിതാവായ ദൈവവും പുത്രനായ ദൈവം തമ്മിലുള്ള ഒരു കവനന്റ് ആണ് ദ കവനന്റ് ഓഫ് റിഡംഷൻ എന്ന് പറയുന്നത്. പിതാവ് ദൈവം ആഗ്രഹിക്കുന്നത് ഈ വീണുപോയ ആദാമിന്റെ സന്തതികളിൽ നിന്ന് ഒരു കൂട്ടം ജനത്തെ വീണ്ടെടുത്ത് അതിനാവശ്യമായിട്ടുള്ള പാപ പരിഹാരം നടത്തി അവരെ താൻ വിശുദ്ധനായിരിക്കുന്ന പോലെ വിശുദ്ധരാക്കി തൻ്റെ മുമ്പിൽ സമർപ്പിക്കുക. പുത്രൻ ഇത് മനസ്സിലാക്കിയിട്ട് പ്രവാചക പുസ്തകങ്ങളിൽ കൂടി സങ്കീർത്തനങ്ങളിൽ കൂടെയും അവിടെ ഇവിടേക്കായിട്ട് ഇത് വെളിപ്പെടുത്തുമ്പോൾ ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു പറഞ്ഞുകൊണ്ട് വന്നിട്ട് അതിനാവശ്യമായിട്ടുള്ള പാപപരിഹാരം അല്ലെങ്കിൽ അറ്റോൺമെന്റ് പ്രായശ്ചിത്തം നടത്തി. അത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ റോമാലേഖനം പഠിച്ചു, നമ്മൾ വ്യക്തമായിട്ട് അത് പഠിച്ചു. ദൈവം തൻ്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകൾ തൻ്റെ പ്രവാചകന്മാർക്കും അതിന് മുൻകൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷത്തിനായി വേർതിരിച്ച് വിളിക്കപ്പെട്ട അപ്പസ്തോലനും യേശു ക്രിസ്തുവിന് ദാസനുമായ പൗലോസ് റോമയിൽ ദൈവത്തിന് പ്രിയരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരെ ഇവർക്ക് എഴുതുന്നത്. ശ്രദ്ധിക്കണം, ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കാൻ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന് ശക്തിയോടെ നിർണയിക്കപ്പെട്ടു. അവൻ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റില്ലായിരുന്നുവെങ്കിൽ ആബ്സല്യൂട്ട്ലി ഫൂളിഷ്നെസ്. മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റതിനാൽ ഫസ്റ്റ് കണ്ടീഷൻ 100% ഫുൾഫില്ലായി. പാപത്തിന് പരിഹാരം വന്നു. പാപത്തിന് പരിഹാരത്തിന്റെ ആവശ്യകത എന്താ? ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ പ്രോമിസ് ആണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ജസ്റ്റിസ് ആണ്. പാപം ചെയ്യുന്ന ദേഹി മരിക്കണം, ശിക്ഷിക്കപ്പെടണം. ശിക്ഷിച്ചില്ലെങ്കിൽ ഡിവൈൻ ഗവൺമെന്റിനകത്ത്, ദൈവരാജ്യത്തിനകത്ത് തെറ്റ് ചെയ്താലും ശിക്ഷിക്കപ്പെടുകയില്ല എന്നുള്ള മനോബോധം വന്ന്, ഇമ്പ്യൂണിറ്റി കടന്നു വന്ന് മനുഷ്യൻ തെറ്റ് ചെയ്യാൻ ഭയപ്പെടുകയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയല്ലോ ഇപ്പോൾ മനുഷ്യന്റെ കുലത്തിലുള്ളത്, ഈവൻ വിശ്വാസഗോളത്തിൽ തന്നെയുള്ളത്. എന്തുകൊണ്ട് സംഭവിക്കുന്നത്? ഉടനെ ശിക്ഷ കിട്ടുന്നില്ല. ദുഷ്പ്രവൃത്തികളുടെ ശിക്ഷാവിധി തൽക്ഷണം വരായക കൊണ്ട് മനുഷ്യൻ ദോഷം ചെയ്യുവാൻ ധൈര്യപ്പെടുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അറ്റോൺമെന്റ് ഫസ്റ്റ് കണ്ടീഷൻ അതിന്റെ 100% ഡിമാൻഡിനനുസരിച്ച് കൊണ്ട് ഫുൾഫില്ലായി ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ട് ഫസ്റ്റ് കണ്ടീഷൻ ഫുൾഫൈ. നെക്സ്റ്റ് കണ്ടീഷനാണ് മനുഷ്യൻ മാനസാന്തരപ്പെടുക എന്നുള്ളത്. മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് ഇന്റൻഷൻ ചേഞ്ച് ആക്കുക. ഏതും തോട്ടം തുടങ്ങി മനുഷ്യൻ തിരഞ്ഞെടുത്ത അൾട്ടിമേറ്റ് ഇന്റൻഷൻ, പർപ്പസ് എന്ന് പറയുന്നത് സെൽഫിന്റെ ഗ്രാറ്റിഫിക്കേഷൻ ആണ്. ആ സെൽഫിന്റെ ഗ്രാറ്റിഫിക്കേഷനെ റിനൗൺസ് ചെയ്തിട്ട് ഡിവൈൻ വിൽ എന്നിൽ നടക്കണം എന്നുള്ള തീരുമാനമാണ് റിപ്പൻറ്റൻസ് എന്ന് പറയുന്നത്. നമ്മൾ വിചാരിക്കും കുറച്ച് മോറൽ സിന്നുകളൊക്കെ ഉപേക്ഷിച്ച് കളയുക, അല്ലെങ്കിൽ കുറച്ച് വിഗ്രഹാരാധന വിട്ട് കളയുക, ഇതൊക്കെ അതിൻ്റെ ഭാഗങ്ങളാണ്. പക്ഷേ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് പർപ്പസിൽ ഉണ്ടാകേണ്ട ചേഞ്ച്. ഇതുവരെയും സെൽഫിന്റെ ഗ്രാറ്റിഫിക്കേഷൻ ആയിരുന്നു. ഇനി സെൽഫിന്റെ ഗ്രാറ്റിഫിക്കേഷൻ അല്ല, ഡിവൈൻ വില്ലിന്റെ ഗ്രാറ്റിഫിക്കേഷൻ. ഇത് 90%, 99% ഡിവൈൻ പർപ്പസും 1% സെൽഫുമായിട്ട് ദൈവം തിരഞ്ഞെടുക്കുന്നവരല്ല. ദൈവം ദീർഘക്ഷമയിൽ അവരുടെ ഫോർബിയറൻസിൽ നമുക്ക് അവസരങ്ങൾക്ക് പേരെ അവസരങ്ങൾ തരും.
നമ്മുടെ സെൽഫിന്റെ ഡിസയേഴ്സിനെ എക്സ്പോസ് ചെയ്ത് കാണിച്ചു തരും. ഇത് എന്നോട് കൂടെ വാഴുവാൻ യോഗ്യമായതല്ല, റിനൗൺസ് ഇറ്റ്, ഉപേക്ഷിച്ച് കളയുക. അങ്ങനെ നമുക്ക് അവസരങ്ങൾക്ക് പേര് അവസരങ്ങൾ തരും. ഇങ്ങനെ റിപ്പന്റ് ചെയ്തിട്ട് അടുത്ത കണ്ടീഷനാണ് യേശു ക്രിസ്തുവിനുള്ള വിശ്വാസം. യേശു ക്രിസ്തുവിന്റെ വിശ്വാസത്തിന്റെ കാര്യത്തിലാണ് അനേകർ തെറ്റിപ്പോയിരിക്കുന്നത്. ക്രിസ്തീയ മതവിഭാഗങ്ങൾ ആയിരക്കണക്കിന് പിരിയാനുള്ള കാരണം ഇതാണ്. ശരിയായ ഡോക്ടറേൻ കിട്ടിയില്ല. അതിനാണ് നമ്മൾ റോമാലേഖനത്തിൽ കൂടെ ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാന ഉപദേശം എന്താണെന്ന് പഠിപ്പിച്ചത്. അങ്ങനെ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ മനുഷ്യനിലുള്ള പാപ സ്വഭാവത്തെ ഓവർകം ചെയ്യുവാൻ അവന് സ്വമേധയാ സാധ്യമല്ല. പാപത്തിന് ദൈവം പരിഹാരം വരുത്തി. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ സൗജന്യമായിട്ട് നീതീകരിക്കുന്നു. തുടർന്നുള്ള ജീവിതത്തിന് അവന്റെ ഉള്ളിൽ ജഡത്തിന്റെ വാസമുള്ളത് കൊണ്ട്, ഫ്ലഷിന്റെ വാസമുള്ളത് കൊണ്ട് അതിനെ ഓവർകം ചെയ്യാൻ അവന്റെ നാച്ചുറൽ എബിലിറ്റി കൊണ്ട് സാധ്യമല്ല. അതിനാണ് പരിശുദ്ധാത്മാവ് തന്നിരിക്കുന്നതും ക്രിസ്തുവിന്റെ പുനരുദ്ധാന ശക്തി നമ്മുടെ സെൽഫ് ഡിസയേഴ്സിനെ ഓവർകം ചെയ്യുവാൻ നമ്മെ സഹായിക്കുന്നത്. അപ്പൊ ക്രിസ്തു എന്ന് പറയുന്നത് ഒരു പേഴ്സൺ ആണ്. ക്രിസ്തുവിനെ കുറിച്ചുള്ള ഹിസ്റ്റോറിക്കൽ നോളേജോ അല്ലെങ്കിൽ ബൈബിൾ ശരിയാണെന്നോ ഈവൻ ഞാൻ പഠിപ്പിക്കുന്നത് ശരിയാണെന്ന് അംഗീകരിച്ചത് കൊണ്ട് ക്രിസ്തുവിൽ വിശ്വാസമാകുന്നില്ല. ഇറ്റ്സ് എ പേഴ്സൺ. നിങ്ങളുടെ ഹൃദയത്തിൽ വാഴുവാൻ നിങ്ങൾ ക്ഷണിച്ചു വരുത്തുന്ന ഒരു വ്യക്തിയാണ് ക്രിസ്തു എന്ന് പറയുന്നത്. അവനുമായിട്ടൊരു ഒബീഡിയൻസില് എന്നാൽ മാത്രമേ നിങ്ങൾക്ക് വിശുദ്ധിയെ തികയ്ക്കാൻ പറ്റുള്ളൂ. വിശുദ്ധി അല്ലെങ്കിൽ ഹോളിനെസ് എന്ന് പറഞ്ഞാൽ ഒബീഡിയൻസിന്റെ റിസൾട്ട് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, ഏദൻ തോട്ടത്തിൽ ദൈവത്തിന്റെ സ്വരൂപത്തിൽ സാദൃശ്യത്തിൽ സൃഷ്ടിച്ച മനുഷ്യനെ താൻ വിശുദ്ധനായിരിക്കുന്ന പോലെ വിശുദ്ധനായിട്ടാണ് സൃഷ്ടിച്ചത്. ആ വിശുദ്ധനായ മനുഷ്യനെ, ആദാമിനെ അശുദ്ധൻ എന്ന് എണ്ണി ഏദൻ തോട്ടത്തിൽ പുറത്താക്കാനുള്ള കാരണം എന്തായിരുന്നു? ഡിസ്ഒബീഡിയൻസ്. ഇതിനെ റിവേഴ്സ് ചെയ്താൽ മാത്രമേ, ഒബീഡിയൻസിലേക്ക് തികഞ്ഞു വന്നാൽ മാത്രമേ ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങൾ വിശുദ്ധരാകുവിൻ എന്നുള്ള ദൈവത്തിന്റെ ഡിമാൻഡ് ഫുൾഫിൽ ആവുകയുള്ളൂ. ഇതാണ് ക്രിസ്തീയ ഗോളത്തിൽ പലർക്കും മനസ്സിലാകാത്തത്. അനേക ഉപദേഷ്ടന്മാരുണ്ട്, മാസ്റ്റർ തിയോളജി പഠിപ്പിക്കുന്നവരുണ്ട്, വലിയ ബുദ്ധിയുടെ പ്രമാണങ്ങൾ ഡോക്ടറേറ്റ്, നമ്പർ ഓഫ് ഡോക്ടറേറ്റ് ഉള്ളവരുണ്ട്. കാതലായ കാര്യം മൂളയ്ക്കകത്ത് കടന്നിട്ടില്ല. ഇത് പറയണമെങ്കിൽ, ഇത് ചെയ്യണമെങ്കിൽ കുറച്ച് വില കൊടുക്കണം. നമ്മുടെ സെൽഫിന്റെ ഡിസയേഴ്സിനെ ക്രൂസിഫൈ ചെയ്യണം. ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തി വരുമ്പോ അവിടെ പറയും ദൈവം കളനാ, ഞാൻ ശരിയാ. ഈ യേശു ക്രിസ്തുവിന്റെ വിശ്വാസം, ഇത് അതിന് ശരിയായ രീതി മനസ്സിലാക്കാവുന്ന ക്ലാസ്സുകളാണ് 52 ക്ലാസ്സുകളിൽ കൂടെ നാം റോമാലേഖനത്തെ ആസ്പദമാക്കി പഠിച്ചത്. അടുത്തൊരു കാര്യമാണ് ദൈവത്തിനു വേണ്ടി വേർതിരിക്കുക, സാങ്ക്ടിഫിക്കേഷൻ അല്ലെങ്കിൽ സെറ്റ് അപ്പാർട്ട് ഫോർ ഗോഡ് എന്ന് പറയും. ഇത് സ്റ്റെപ്പായി നടക്കുന്നതാണ്, ഒരു ദിവസം കൊണ്ട് നടക്കുന്നതല്ല. ഓരോരോ വിഷയത്തിലും നിങ്ങളുടെ സെൽഫിന്റെ ഡിസയേഴ്സ് എന്താണെന്ന് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്ന് അങ്ങനെയാണല്ലോ നമ്മൾ രക്ഷയിലേക്ക് വരുന്നത്. നമ്മൾ പാപത്തെ ഒരു നാൾ എന്റർടൈൻ ചെയ്തുകൊണ്ടിരുന്നവരായിരുന്നു. അതിന്റെ കോൺസിക്വൻസ് എന്താണ് നമുക്ക് നമ്മുടെ സോളിൽ വെളിപ്പെടുത്തി. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണകരമായ ശരീരത്തിനെ ആര് രക്ഷിക്കുമെന്ന് പറയുമ്പോഴാണ് ഹോളി സ്പിരിറ്റ് നിനക്ക് വേണ്ടി പാപപരിഹാരമായി തീർന്ന പാപത്തിന്റെ ശിക്ഷ സ്വമേധയെ വഹിച്ച് മരിച്ചുയർത്തെന്നിട്ട ക്രിസ്തുവിനെ, ഉയർത്തെന്നേറ്റവനെ ക്രിസ്തുവിനെ നിനക്ക് വെളിപ്പെടുത്തി തരുന്നത്. സ്വീകരിച്ചു കൊള്ളുക. ഇറ്റ്സ് ദ ഓൺലി വേ. സിന്നിനെ ഓവർകം ചെയ്യാൻ ഒരേ ഒരു വഴിയുള്ളൂ. മരിച്ചിട്ട് ഉയർത്തെന്നേറ്റ മഹിമയുടെ വലതുഭാഗത്തിരിക്കുന്ന സ്വർഗത്തിന് ഭൂമി സകല അധികാരമുള്ളവനെ ക്രിസ്തുവിനെ നിന്റെ ഹൃദയത്തിൽ വാഴുവാൻ സ്വീകരിച്ചു കൊള്ളുക. ഇതിനെ സ്റ്റെപ്പായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്ന അനുസരിച്ചുകൊണ്ട് നമ്മുടെ സെൽഫിന്റെ ഡിസയേഴ്സിനെ റിനൗൺസ് ചെയ്യുകയും ക്രിസ്തുവിനെ അവിടെ റീപ്ലേസ് ചെയ്യുക. ഇതാണ് സാങ്ക്ടിഫിക്കേഷന്റെ പ്രോസസ് എന്ന് പറയുന്നത്. വർഷങ്ങൾ എടുക്കാം. നിങ്ങൾ പാപത്തിൽ നിന്ന് വേർപെടാൻ തന്നെ എത്ര ദിവസങ്ങൾ എടുത്തു? ക്രിസ്തുവിനെ കുറിച്ച് അറിയാം, എന്നാൽ ക്രിസ്തുവിനെ കൈക്കൊള്ളുവാൻ തക്കവണ്ണം എത്ര നാളുകൾ എടുത്തു? എത്ര വേവറിംഗ്സ് അതിനകത്ത് കടന്നു വന്നു, എത്ര ഹിൻഡ്രൻസ് കടന്നു വന്നു. എങ്ങനെ അതിനെ ഓവർകം ചെയ്തു? ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾക്ക് പ്രേരണ നൽകി. പല ഉപദേഷ്ടാക്കന്മാരും കൂടെ പ്രസംഗങ്ങൾ കേട്ടു, സാക്ഷ്യങ്ങൾ കേട്ടു, ട്രാക്റ്റുകൾ വായിച്ചു. എങ്ങനെ നിങ്ങൾക്ക് കോൺഫിഡൻസ് തന്നുകൊണ്ടിരുന്നു. നിങ്ങൾക്ക് മനസ്സിലായി. അതേ സമയത്ത് ബേണിംഗ് എഫക്റ്റ്, സിന്നിന്റെ ശിക്ഷയെ കുറിച്ചുള്ള ബേണിംഗ് എഫക്റ്റ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ സോളിൽ വെളിപ്പെടുത്തിക്കൊണ്ടേയിരുന്നു.
അയ്യോ, ഞാൻ അന്വേഷിച്ച മനുഷ്യൻ മരണകരമായ ശരീരത്തിൽ നിന്ന് ആര് വിടുവിക്കും? അങ്ങനെ അന്വേഷിക്കുമ്പോഴാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സർവ്വ സൊല്യൂഷനായിരിക്കുന്ന ക്രിസ്തുവിനെ നിങ്ങളുടെ സോളിൽ വെളിപ്പെടുന്നത്. അപ്പോഴാണ് ദൈവവുമായിട്ട് പീസ് വരുന്നത്. സ്തോത്രം. അതുവരെയും ദൈവത്തിന്റെ ക്രോധമാണ് നമ്മൾ വസിക്കുന്നത്. പുത്രനെ കൂടാതെ നമുക്ക് ദൈവത്തോട് അടുക്കാൻ സാധ്യമല്ല. അടുത്തൊരു കാര്യമാണ് പെർസീവറൻസ്. ഈ വിശ്വാസത്തിൽ, ക്രിസ്തുവിലുള്ള ആശ്രയത്തിൽ അവസാനം വരെ തുടരുക. അനേകര് ഇത് മനസ്സിലാക്കുന്നില്ല. ഒരിക്കൽ രക്ഷിക്കപ്പെട്ടു ഫ്രീ, അന്ത്യത്തോളം ക്രിസ്തുവിൽ മാത്രം ഏത് പ്രതികൂല സാഹചര്യത്തിലും, ഏത് ഞെരുക്കത്തിലും, ഏത് നിന്നയിലും, ഏതെല്ലാം പ്രശ്നങ്ങളും, തീ പോലെയുള്ള പ്രശ്നങ്ങൾ കടന്നു വരും. രക്ഷയിലേക്ക് വരുന്നതിനേക്കാളും മുമ്പുള്ളതിനേക്കാളും പിൽക്കാലത്ത് അതിനൊരു 10 ഇരട്ടി 100 ഇരട്ടി പോലുള്ള പ്രശ്നങ്ങൾ കടന്നു വരാം. പക്ഷേ അവിടെയൊക്കെയും അവൻ വിശ്വസ്തനായതിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. ഇതിൽ പിന്തുടരുന്ന അവസാനത്തോളം അന്ത്യശ്വാസം വരെയും സ്ഥിരമായിട്ട് നിന്നാൽ മാത്രമേ അന്തിമമായിട്ട് ദൈവം നിങ്ങളെ ഡിക്ലെയർ ചെയ്യുള്ളൂ. ദിസ് പെർട്ടിക്കുലർ ഫെല്ലോ ഈസ് റൈറ്റ് ടു സ്റ്റാൻഡ് വിത്ത് മീ. ഈ ഡിക്ലറേഷൻ നടക്കണം. അപ്പോൾ പറയാം രക്ഷിക്കപ്പെട്ടു. അല്ലാതെ ഒരു പഴഞ്ചൊല്ല് പോലെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവ് നിറവ് പ്രാപിച്ചു സ്വർഗത്തിലേക്കുള്ള പാസ്പോർട്ട് വിസയായെന്ന് പറയുന്നത് ഫൂളിഷ്നെസ്. സാധ്യമല്ല. ഈ കണ്ടീഷൻസ് അതിന്റെ ഫുൾനെസ്സിൽ പൂർത്തിയാകാത്തിടത്തോളം ദൈവം എത്രമാത്രം കരുണയാലും കരുണ കൊണ്ട് നിങ്ങൾ രക്ഷിക്കാൻ സാധ്യമല്ല. ഡിവൈൻ ലോ അത് സമ്മതിക്കുകയില്ല. അറ്റോൺമെന്റ് നടക്കാതെ ദൈവത്തിന് അങ്ങ് ക്ഷമിക്കൂടാമായിരുന്നോ? എന്തിനാ ദൈവമായവനെ, ഇത്രയും മഹത്വത്തിൽ വസിച്ചവന് ഈ ഭൂമിയിൽ, അതും പ്രസവിക്കുന്ന സമയത്ത്, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, ഒരു യൗവനക്കാരിയായ ഒരു പെൺകുട്ടി പൂർണ്ണ ഗർഭിണിയായിട്ട് ദൂരമായിട്ട് യാത്ര ചെയ്ത് വന്നപ്പോൾ പ്രസവ വേദന തുടങ്ങി. അവിടെ കുടുംബങ്ങള് പലരും ഉണ്ടായിരിക്കാം. സത്രത്തില് സ്ഥലമില്ലായകൊണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് പശുത്തൊട്ടിയിൽ കിടത്തി എന്ന് പറഞ്ഞ് പ്രസവിക്കുവാൻ ഒരു സ്ഥലം കിട്ടിയില്ല. ആര്? ഭൂലോകത്തെ ചമച്ചവൻ, കോടി കോടി നക്ഷത്രങ്ങളെ പേരിട്ട് സൃഷ്ടിച്ചവൻ, ഗാലക്സികളെ സൃഷ്ടിച്ചവൻ, സകലത്തിന് ഉടയവനായവൻ ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ പ്രസവിക്കാൻ പോലും അല്പസമയം കിട്ടിയ ഒരു സ്ഥലം കിട്ടിയില്ല. ആർക്കും കരുണയും തോന്നിയില്ല. അവിടെ പ്രസവിച്ച സെൻസസ്, റോമന്റെ സെൻസസിന് വേണ്ടി കടന്നു വന്നിരിക്കുന്നവരാ. കുടുംബങ്ങളായിട്ടും മക്കളും എല്ലാം കുടുംബമായിട്ട് വരികയാണ് ചെയ്യുന്നത്. അവിടെ വന്നിരിക്കുന്ന സമയത്ത് പ്രസവിച്ച സ്ത്രീകളുണ്ടാവും. ഒരു പെൺകുട്ടി പ്രസവിക്കാൻ വേണ്ടി പ്രസവ വേദനയോട് ഞെരുക്കത്തോടെ കടന്നു വരുമ്പോൾ ആർക്കും ദയ തോന്നിയില്ല. ഇതാ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിന്റെ സുവിശേഷം. ഈ മാർഗമാണ് നാം തിരഞ്ഞെടുക്കേണ്ടത്. ഏതൊരു അവസ്ഥയിലും അവൻ വിശ്വസ്തനാണ്. എന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ്. ഞാൻ അവനിൽ മാത്രം ആശ്രയിക്കും. ഈ ശരീരം വിട്ട് എനിക്ക് പോകേണ്ടി വന്നാലും ഞാൻ അവനിൽ വസിക്കും. ഞാൻ അവനോട് കൂടി ആയിരിക്കും. ഇതാണ് വിശ്വാസം. അത് തെളിയിക്കപ്പെടണം. അതിനെക്കുറിച്ചുള്ള പരിശോധനകൾ വരും. അപ്പോൾ ഇത് മനസ്സിൽ വെച്ചിട്ട് വേണം നമുക്ക് ഈ പുതിയ ക്ലാസ്സിലേക്ക് കടക്കാനായിട്ട്. പുതിയ ക്ലാസ് എന്ന് പറയുന്നത് റിലേഷൻസ് ഓഫ് ക്രൈസ്റ്റ് ടു ദ ചർച്ച്. ക്രൈസ്റ്റ് ആസ് ദ ഹെഡ് ആൻഡ് ചർച്ച് ആസ് ദ ബോഡി. ഈ റിലേഷൻ ശരിക്കും മനസ്സിലായില്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തിൽ വന്നിട്ടും കാര്യമില്ല. അപ്പൊ ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഞാൻ ഇന്ന് പറയുന്നത്. അടുത്ത ക്ലാസ്സുകളിൽ കൂടെ പലർക്കും തെറ്റിദ്ധാരണയുണ്ട്. നമ്മൾ പുതിയ നിയമ വിശ്വാസികളാണല്ലോ, എന്തിനാ നമ്മൾ പഴയ നിയമം പ്രിഫർ ചെയ്യുന്നത്? ഇനി പഴയ നിയമം തന്നെ എടുത്താൽ എങ്ങനെയാണ് പഴയ നിയമം എടുക്കേണ്ടത്? ഇന്ന് പലരും പഴയ നിയമം എടുത്തിട്ട് അബ്രാഹാമിനെ, ഇസാക്കിനെ, യാക്കോബിനെ അനുഗ്രഹിച്ചതും അബ്രാഹാം ഭാഗസമ്പന്നനായിരുന്നു, ഇസ്ഹാക്ക് അതിൽ വലിയ സമ്പന്നനായിരുന്നു, യാക്കോബ് വല്ലഭനായിരുന്നു എന്നൊക്കെ പ്രസംഗിച്ചുകൊണ്ട് ഭൗതികമായ കാര്യങ്ങൾ ലോകത്തിലേക്ക് നിരപ്പിക്കുന്ന പ്രസംഗങ്ങൾ പ്രസംഗിക്കുന്നുണ്ട്. സുവിശേഷം തന്നിരിക്കുന്നത് ലോകത്തെ യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തോട് നിരപ്പിക്കാനാണ്. അതാണ് സുവിശേഷന്മാരെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ എന്ന് പറയുന്നത്. ലോകത്തെ, ലോക മനുഷ്യരെ ലോകത്തിന്റെ ഇമ്പങ്ങളിൽ നിന്ന്, ലോകത്തിന്റെ ക്യാപ്റ്റിവിറ്റിയിൽ നിന്ന് വിടിവിച്ചുകൊണ്ട് യേശു ക്രിസ്തു എന്ന അവരുടെ അറ്റോൺമെന്റ് ആയി തീർന്ന പേഴ്സണിൽ കൂടെ ദൈവത്തോട് റീകൺസൈൽ ചെയ്യിപ്പിക്കുക. ഇതാ സുവിശേഷം. അത് നേരെ മറിച്ച് അപ്പോൾ ഓൾഡ് ടെസ്റ്റ്മെന്റും പുതിയ ന്യൂ ടെസ്റ്റ്മെന്റും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ക്രിസ്തുമായിട്ട് പറഞ്ഞാൽ ഓൾഡ് ടെസ്റ്റ്മെന്റ് പ്രവൃത്തിയിൽ കൂടെയുള്ള ഒരു നീതീകരണം. പുറപ്പാട് പുസ്തകം 24-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന പോലെ സീനായ് മലയിൽ വെച്ച് ജൂസുമായിട്ട് നടന്നൊരു നിയമമാണ്. ഇറ്റ്സ് എ കവനന്റ്.
അതിൻ്റെ സീൽ ചെയ്ത ബ്ലഡ് എന്ന് പറയുന്നത് മൃഗത്തിൻ്റെ ബ്ലഡായിരുന്നു. പുതിയ നിയമം എന്ന് പറയുന്നത്, പഴയ നിയമം എന്തിനാണ്? പ്രവൃത്തിയിൽ കൂടെയുള്ള നീതീകരണം. പുതിയ നിയമം എന്ന് പറയുന്നത് കൃപയാലുള്ള നീതീകരണം. യേശു ക്രിസ്തുവിന്റെ വിശ്വാസത്താൽ കൃപയാലുള്ള നീതീകരണം, സൗജന്യ ജസ്റ്റിഫിക്കേഷൻ. നമ്മൾ റോമാലേഖനത്തിൽ വളരെ റിപ്പീറ്റ് ചെയ്യാൻ പല പ്രാവശ്യം പറഞ്ഞു വന്നിട്ടുണ്ട്. ഈ കവനന്റ് നടക്കുന്നത് ക്രിസ്തുവും നാം വിശ്വസിക്കുന്ന വ്യക്തിയുമായുള്ള റിലേഷനാണ്. ഒരു മതമായിട്ടല്ല, ഒരു ഡിനോമിനേഷൻ ആയിട്ടല്ല. ഇന്ന് വിശ്വാസികൾ തന്നെ പലപ്പോഴും കണ്ട് വിശ്വാസിയുമാണോ, പ്രത്യേകിച്ച് സഹോദരിമാർ ആഭരണങ്ങൾ ഇട്ടിട്ടില്ലെങ്കിൽ ചോദിക്കാം വിശ്വാസിയാണോ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഏത് ചർച്ചിലാണ് പോകുന്നത്? IPC ആണെങ്കിൽ നമ്പർ 1, ചർച്ച് ഓഫ് ഗോഡ് ആണെങ്കിൽ നമ്പർ 2, അത് കഴിഞ്ഞ് AG ആണെങ്കിൽ അസംബ്ലീസ് ഓഫ് ഗോഡ് ആണെങ്കിൽ ഇച്ചിരി വഴുതി പോയെങ്കിലും നമ്പർ 3 വരെ കൊടുക്കാം. അത് കഴിഞ്ഞ് കുറേ ഉണ്ടല്ലോ പേരുള്ളത്. ഇതിലൊന്നും ക്രിസ്തു ഇല്ല. ക്രിസ്തു ഉള്ളത് വ്യക്തിപരമായി നിന്നിലാണ്, വിശ്വസിക്കുന്ന വ്യക്തിയിലാണ് ദൈവാലയം, ബിൽഡിങ്ങിനകത്തല്ല. നീ വ്യക്തിപരമായിട്ട് ക്രിസ്തുവായിട്ട് എങ്ങനെയാവുന്നു? അവൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നീ ഒബീഡിയൻസിനാൽ വിശുദ്ധനായി വരുന്നുണ്ടോ? നിനക്ക് രൂപാന്തരം നടക്കുന്നുണ്ടോ? നിനക്ക് തന്നെ അറിയാം. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ പറഞ്ഞ ആ പുതിയ നിയമത്തിന്റെ പഴയ നിയമത്തിന്റെ ഒരു ബന്ധം. അപ്പൊ പുതിയ നിയമം എന്ന് പറയുന്നത് വ്യക്തിപരമായിട്ട് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു എന്ന വ്യക്തിയുമായിട്ടുള്ള കവനന്റ് ആണ്. അതിനെ സീൽ ചെയ്ത് മൃഗത്തിന്റെ ബ്ലഡ് അല്ല, ക്രിസ്തുവിന്റെ ഒറിജിനൽ ബ്ലഡ്. നിനക്ക് പകരമായിട്ട് പാപപരിഹാരമായി തീർന്ന, നിന്റെ മേൽ വരേണ്ട, നിന്റെ ശരീരത്തിലും പ്രാണനും ആത്മാവിലും വരേണ്ട ശിക്ഷയെ തന്റെ ശരീരത്തിലും പ്രാണനിലും ആത്മാവിലും ഏറ്റെടുത്ത് നിന്റെ പ്രാണനും ആത്മാവും പോയി പാതാളത്തിൽ പോയി വെന്തെറിയേണ്ട സ്ഥാനത്ത് നിനക്ക് പകരമായിട്ട് പാതാളത്തിൽ പോയി ശിക്ഷ അനുഭവിച്ചു, മരണം അനുഭവിച്ച ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തുവുമായിട്ടുള്ള പേഴ്സണൽ കവനന്റ് ആണ്, ഉടമ്പടിയാണ് പുതിയ നിയമം എന്ന് പറയുന്നത്. മത്തായി തുടങ്ങി വെളിപ്പാട് വരെയുള്ള പുസ്തകം അതിൻ്റെ രേഖകളാണ്, അതിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അല്ലെങ്കിൽ പഴയ നിയമം ഉൽപ്പത്തി തുടങ്ങി മലാക്കി വരെയുള്ളത് അതിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ പഴയ നിയമം എടുക്കുമ്പോൾ എങ്ങനെ കൈകാര്യം ചെയ്യണം? ഇത് കണ്ണു തുറക്കാത്തവർക്ക്, ആത്മാവിനാൽ അല്ലാതെ ബുദ്ധി കൊണ്ട് ശുശ്രൂഷിക്കുന്നവർക്ക് പലതും ചെയ്യാൻ തോന്നും. കാരണം അവിടെ ഇന്റൻഷൻ ഡിഫറെൻ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ റിപ്പൻറ്റൻസ് എന്ന് പറഞ്ഞാൽ സെൽഫ് ഡിസയേഴ്സിനെ റിനൗൺസ് ചെയ്ത് ഡിവൈൻ വിൽ എന്താണെന്ന് മനസ്സിലാക്കി അത് അനുസരിക്കുക. ഇതാ റിപ്പൻറ്റൻസ്. ഇതല്ലാത്ത റിപ്പൻറ്റൻസ് ഒന്നും റിപ്പൻറ്റൻസ് അല്ല. അതൊക്കെ നമ്മൾ പല ക്ലാസ്സുകളിൽ കൂടെ വിശദീകരിച്ചിട്ടുള്ളതാണ്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ ഏകദേശം 24 ക്ലാസ്സസ് ദ ഗ്രേറ്റ് സാൽവേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ് എന്ന ഈ ചാനൽ, യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ആവശ്യപ്പെടുകയാണെങ്കിൽ അതൊക്കെ അയച്ചു തരാം. ഞാനിതിൻ്റെ താഴെ, ഈ ക്ലാസ്സിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്കുകൾ കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് കാണാം. PDF-ലുള്ള ബുക്കുകളുണ്ട്, ഡൗൺലോഡ് ചെയ്ത് വായിക്കാവുന്നതാണ്. അല്ല ഫിസിക്കൽ കോപ്പികൾ വേണമെങ്കിൽ, ഹാർഡ് കോപ്പി വേണമെങ്കിൽ ബന്ധപ്പെടുകയാണെങ്കിൽ അതും അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഹൂ ഈസ് ക്രൈസ്റ്റ് ടു ദ ചർച്ച്. ദൈവസഭ, ചർച്ച് എന്ന് പറഞ്ഞാൽ ആര്? അത് ആദ്യം മനസ്സിലാക്കണം. അതിനാവശ്യമായ കാര്യങ്ങളാണ് നമ്മൾ റോമ ലേഖനത്തെ കൂടി ചിന്തിച്ചത്. ക്രിസ്തു സഭയ്ക്ക് ആരാണ്? നമ്മൾ 2 ലേഖനങ്ങൾ, എഫേസ് ലേഖനം കൊളോസ്യ ലേഖനം കൂടി താരതമ്യപ്പെടുത്തി. ലേഖനങ്ങളെ പഠിക്കുകയല്ല ചെയ്യുന്നത്. എഫേസ് ലേഖനം കൊളോസ്യ ലേഖനം പഠിക്കുകയല്ല ചെയ്യുന്നത്, വാക്യം പ്രതി വാക്യമായിട്ട് പഠിക്കുകയല്ല ചെയ്യുന്നത്. ഈ 2 പുസ്തകങ്ങളിൽ കൂടെ, അതായത് കൊളോസ്യ ലേഖനം എഴുതുവാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് ഈ 2 ലേഖനങ്ങളും അപ്പോസ്തലനായ പൗലോസ് ഏകദേശം 2 വർഷത്തോളം റോമൻ കാരാഗ്രഹത്തിലായിരിക്കുന്ന സമയത്താണ് എഴുതുന്നത്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഏകദേശം ഒരേ സമയത്ത് AD 60 AD 60 ഈ 2 ലേഖനങ്ങൾ എഴുതുന്നത്. കൊളോസ്യർക്ക് എഴുതാൻ ലേഖനം എന്നുള്ള കാരണം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ഡിവിനിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന വിധത്തിൽ ഗ്നോസിസം കടന്നു വന്നപ്പോൾ ക്രിസ്തു ആരാണ്, തലയാകുന്ന ക്രിസ്തു, ചർച്ചിന്റെ തലയാകുന്ന ക്രിസ്തു ആരാണ് എന്ന് വിശദീകരിക്കുന്നതാണ് കൊളോസ്യ ലേഖനം. നമ്മൾ അതിൻ്റെ വേഴ്സ് 50 തുടങ്ങി വായിക്കുകയാണെങ്കിൽ അവന് അദൃശ്യ ദൈവത്തിൽ പ്രതിമയെ സർവ്വസൃഷ്ടിക്കും അതിജാതനമാകുന്നു, ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനമാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലം അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു, അവൻ മുഖാന്തരം അവനായിക്കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടു എന്നൊക്കെ വായിക്കുന്നത്. അവൻ്റെ ഡിവൈൻ പവർ എന്താണ് ഇത് കാണിക്കുന്നതാണ് കൊളോസ്യ ലേഖനം. അത് ചർച്ചുമായിട്ടുള്ള ബന്ധത്തിൽ താരതമ്യപ്പെടുത്തിയാണ്. എന്നാൽ എഫേസ്യ ലേഖനം ബോഡിയെ കുറിച്ചുള്ള വിവരണങ്ങളാണ്.
ക്രിസ്തുവിന്റെ ശരീരം വന്ന സഭയെക്കുറിച്ചുള്ള വിവരങ്ങളാണ്. അതിന്റെ ശക്തി എങ്ങനെയാണ്, ആമേൻ, സ്തോത്രം. അതിന്റെ കണ്ടക്ട്സ്, പേഴ്സൺ ടു പേഴ്സൺ, കുടുംബത്തിനകത്ത് മാതാപിതാക്കള് ഭാര്യ ഭർത്താവിനോട്, ഭർത്താവ് ഭാര്യയോട്, മക്കളും മാതാപിതാക്കളോട്, മാതാപിതാക്കൾ മക്കളോട്, സമൂഹത്തില് യജമാനന്മാർ സെർവൻസിനോട്, സെർവൻസ് യജമാന്മാരോട്, ഈ വക റിലേഷൻസ് എങ്ങനെയാണെന്ന് വിശദീകരിക്കുന്നതാണ് ചർച്ച് ക്രിസ്തുവിന് ആരെങ്ങനെയായിരിക്കും ആ റിലേഷൻ എന്ന് പറയുന്നത്. നമ്മൾ രണ്ട് ലേഖനങ്ങൾ തമ്മിൽ താരതമ്യപ്പെടുത്തി പഠിക്കും. ഇതെല്ലാം പഠിക്കുമ്പോൾ ഒരു ഉപദേശം സ്ഥാപിക്കുവാനല്ല ഞാൻ ഇതെല്ലാം പഠിക്കും. ഇവർ റോമലേഖനം പഠിച്ചതും ഒരു ഉപദേശം സ്ഥാപിക്കുവാനല്ല. ഇത് പഠിച്ചു പോകുന്ന സമയത്ത് എന്നിൽ നടക്കുന്നത് എന്താണ്? ഒരു മനുഷ്യ ശരീരത്തിന് തലയില്ലെങ്കിൽ ഏതവസ്ഥയാണോ അതേ അവസ്ഥ തന്നെയാണ് ക്രിസ്തുവില്ലാത്ത ചർച്ച് എന്ന് പറയുന്നത്. ചർച്ച് എന്ന് പറയുന്നത് വ്യക്തികളുടെ ഒരു എന്താ പറയുന്ന ഒരു കൂട്ടായ്മയാണ്. ക്രിസ്തു വസിക്കുന്ന വ്യക്തികളുടെ ഒരു ഫെല്ലോഷിപ്പാണ് ചർച്ച്. അതിൽ ഓരോ വ്യക്തിയും ക്രിസ്തു തലയായിരിക്കണം. ഒരു വ്യക്തിയിൽ ക്രിസ്തു തലയല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? അവൻ കുറച്ച് വാടും, അത് കഴിഞ്ഞ് 2 ദിവസം 3 കഴിയുമ്പോൾ ചീഞ്ഞ് നാറാൻ തുടങ്ങും. ചീഞ്ഞ് നാറാന്ന് പറഞ്ഞ പഴയ സ്വഭാവങ്ങള് അവന് കൂടെ വെളിപ്പെട്ട് വരും. ഞങ്ങൾക്ക് അനേക വീഡിയോകൾ വേണമെങ്കിൽ കാണാം. ചർച്ചിനകത്ത് ഉന്തും തള്ളും. 42 വർഷമായിട്ട് പാസ്റ്ററായിട്ട് ജോലി ചെയ്ത വാക്ക് ഉപയോഗിക്കുകയാണ് ഞാൻ. സെർവൻ്റ് അല്ല, ജോലി ചെയ്ത് പാസ്റ്റർ ജോലി ചെയ്ത വ്യക്തി പറയാണ്, ഞാൻ വിട്ടുപോകുന്ന ഓർത്തഡോക്സ് ചർച്ച് തന്നെയാണ് ഇതിനേക്കാളും നല്ലത്. എന്തുകൊണ്ടാ? ജോലിക്ക് വേണ്ടി വന്നതാ. ഈ നടന്ന ഞാൻ പറഞ്ഞല്ലോ, രക്ഷിക്കപ്പെടുന്നതിന് ഒരു 6-7 കണ്ടീഷൻസ്. അറ്റോൺമെന്റിനെ കുറിച്ച് മനസ്സിലായില്ല, റിപ്പൻഡൻസ് നടന്നില്ല, അൾട്ടിമേറ്റ് ഇന്റൻഷൻ ചേഞ്ച് ആയില്ല, സെൽഫിന്റെ ഡിസയേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നതൊക്കെ കൊണ്ട് പാസ്റ്റർ ജോലി ഏറ്റെടുത്തു. 42 വർഷം കഴിഞ്ഞപ്പോൾ പറയാണ് വിട്ടുപോകുന്നത് പഴയത് തന്നെയാണ് നല്ലതെന്ന്. ഇങ്ങനത്തെ അനേക വീഡിയോകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം. കണ്ടു കഴിഞ്ഞ് തലയ്ക്കത് പുഴുകേറ്റം നോക്കണ്ട. ഹല്ലേലൂയ. ഇനി അടുത്ത 5th പോയിന്റ്, ദ പർപ്പസ് ഓഫ് ചർച്ച് ഓൺ ദിസ് എർത്ത്. ഈ ഭൂമിയിലായിരിക്കുന്ന സമയത്ത് കർത്താവിന്റെ കാലത്താത്തെങ്കിൽ ചർച്ച എടുക്കപ്പെടും, പിന്നെ പണിയൊന്നുമില്ല. ഭൂമിയിൽ 7 വർഷം ആന്റിക്രൈസ്റ്റ് മരിക്കുന്ന സമയത്ത് മേളിൽ കൊണ്ടുപോയിട്ട് ചില പരിപാടികളുണ്ട്. താലന്തിന്റെ ഉപമ വായിച്ചാൽ അറിയാൻ സാധിക്കും. അവിടെ വിശുദ്ധന്മാരുടെ ന്യായവിധി എന്നുള്ളൊരു പരിപാടിയുണ്ട്. വിശുദ്ധന്മാരുടെ ന്യായവിധി മേളിൽ വെച്ച, അതിക്ക് മുമ്പ് ഇവിടെ വെച്ച് ക്ലിയർ ആക്കേണ്ടത് ക്ലിയർ ആക്കണം. അതൊന്നും നമ്മൾ 2 ലേഖനത്തിൽ കൂടെ പഠിക്കും. എന്താണ് ചർച്ചിന്റെ ഡ്യൂട്ടി? ഈ ചർച്ചിനകത്ത് ഇടപെടുന്ന പാസ്റ്റർമാരുടെ മറ്റ് ശുശ്രൂഷകളുടെ 5 വിധ ശുശ്രൂഷകൾ പ്രധാനപ്പെട്ടത്. ഇവരുടെ ഡ്യൂട്ടി എന്താണ്? വിശ്വാസിക്ക് പാസ്റ്റർമായിട്ട് അല്ലെങ്കിൽ ചർച്ചുമായിട്ടുള്ള ഡ്യൂട്ടി എന്താണ്? ഇതൊക്കെ പറയുമ്പോൾ ബുദ്ധിമാന്മാരായ ഉപദേഷ്ടന്മാരും വലിയ വലിയ പ്രാസംഗികരൊക്കെ പറയും ഇതൊക്കെ ബുദ്ധിയുടെ പ്രമാണം, ഇതൊക്കെ നിങ്ങൾ തോന്നല. യെസ്, ഓഫ് കോഴ്സ് തോന്നലിൽ കൂടെ തന്നെയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയ രൂപരേഖ, ഒരു ഔട്ട്ലൈൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അടുത്ത ഒരു കാര്യം നമ്മൾ പെട്ടെന്ന് ചിന്തിച്ചിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഈ 3 ലേഖനങ്ങളുടെ ഒരു ഇൻട്രൊഡക്ഷൻ, ഫസ്റ്റ് വേഴ്സ് 2 അല്ലെങ്കിൽ 1 to 3 വേഴ്സസ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ആർക്കാണ് ഈ ലേഖനങ്ങൾ എഴുതുന്നത്? ഇന്ന് ക്രിസ്ത്യൻഡത്തിലുള്ള എല്ലാവരും വേദപുസ്തകം എടുത്തിട്ട്, കത്തോലിക്കിന് മാത്രം അല്പം ചില പുസ്തകങ്ങൾ 14 പുസ്തകങ്ങൾ കൂടെ ആഡ് ചെയ്തു. അപ്പോക്രിഫ, അതായത് മലാക്കിയുടെ പുസ്തകമാണ് കർത്താവിന്റെ വരവിന് മുമ്പ് ഏകദേശം 300 വർഷങ്ങൾക്ക് മുമ്പാണ് മലാക്കിയുടെ പ്രവചന പുസ്തകം എഴുതുന്നത്. അതിനുശേഷമുള്ള കാലഘട്ടത്തിൽ ചില ഹിസ്റ്റോറിക്കൽ ബുക്കുകളുണ്ട്. ഓഫ് കോഴ്സ് ഹിസ്റ്റോറിക്കലായിട്ടുള്ള ബുക്കുകളുണ്ട്. പക്ഷെ ആ ഒരു ബുക്കുകൾ പോലും കർത്താവോ അപ്പോസ്തലന്മാരോ റെഫർ ചെയ്തിട്ടില്ല. അതിനെ പറയുന്നതാണ് അപ്പോക്രിഫ എന്ന് പറയുന്നത്. അതിനകത്ത് ചില ഉപദേശ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാൻ വേണ്ടി ചർച്ചിന്റെ അവരുടെ ഡിനോമിനേഷന്റെ കാര്യങ്ങൾ ചേർക്കാൻ വേണ്ടി എവിടുന്ന ബാബിലോണിൽ നിന്ന് ആരംഭിച്ചത്. അതിന് ഹിസ്റ്ററിയിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. ബാബിലോണിയ രാജ്ഞിയായിരുന്ന സെമീറാമിസ് ആരംഭിച്ചതാണ് മിസ്റ്ററി ബാബിലോൺ. ഡിവൈൻ ഗവൺമെന്റിന് പകരമായിട്ട് ഒരു മാനുഷിക ഭരണകൂടം, ഒരു മതത്തിന്റെ പുറകിൽ ഒരു മാനുഷിക ഭരണകൂടം നടത്തിയെടുക്കുന്ന പ്ലാനോട് കൂടെ അതിന്റെ ഒരു പുത്രിയാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഭൂലോകത്തുള്ള മറ്റു മനുഷ്യരൊക്കെ കൊന്നൊടുക്കിക്കൊണ്ട് ഇസ്ലാമൈസ് ചെയ്യുക. അതാണ് നമ്മളിപ്പോ ഇറാനും മറ്റുള്ള വാർ കാണുമ്പോൾ കുറച്ചൊക്കെ നമുക്ക് മനസ്സിലായി കാണുമായിരിക്കും. ഇസ്ലാമിക് റെവല്യൂഷൻ നടത്തിയെടുക്കുക സെമിറാമിസ് ആരംഭിച്ചതാ.
ഇവിടെ ഉണ്ടല്ലോ കേരളത്തിലുള്ള ചില അമ്മമാര്, അത്ഭുത ശക്തിയുള്ളവര്, ഡിവൈൻ പവർ ഉള്ളവര്, അവരാരാധിക്കുന്ന ബുദ്ധിമാരായ പല മന്ത്രിമാരുണ്ട്. അതൊന്നും നമ്മുടെ സബ്ജക്റ്റ് അല്ല. ഞാൻ പറഞ്ഞത് എങ്ങനെ ഡിവൈൻ ഗവൺമെന്റ്, മനുഷ്യൻ എന്നെ ദൈവം ഭരിക്കേണ്ട, ഞാൻ സ്വയമായിട്ട് ഭരിച്ചു, ഞാൻ ദൈവങ്ങളെ വേണമെങ്കിൽ ഉണ്ടാക്കാം എന്ന് പറയുന്ന സ്വഭാവമാണ് മനുഷ്യന്. ഏതും തോട്ടം തുടങ്ങി മനുഷ്യനുള്ള സ്വഭാവം അതാണ്. അല്പം ആശ്വാസം കിട്ടിയ ക്രിസ്തുവിനെ കൂടാതെ വാഴണമെന്നുള്ള ആഗ്രഹമാണ് ഈവൻ വിശ്വാസികളുടെ പോലെ ഉള്ളിലുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ചില കഷ്ടതയിൽ കൂടെ നടത്തുന്നതും പരിശുദ്ധാത്മാവ് നമുക്ക് എപ്പോൾ തന്നിരിക്കുന്നതും നമ്മൾ അവന്റെ കരങ്ങളിൽ താണിരിക്കാൻ അനുവദിക്കുന്നതും. അപ്പോൾ ആർക്കാണില്ല, ഇന്ന് ഞാൻ പറഞ്ഞു വരുന്നത് ക്രിസ്ത്യണ്ടത്തിനകത്ത് പല മതവിഭാഗങ്ങളെയും വേദപുസ്തകം എടുത്തുകൊണ്ട് അതിനനുസരിച്ചുകൊണ്ട് പ്രസംഗിക്കുകയാണ്. എന്നാൽ ഈ വേദപുസ്തകം ആർക്കാണ് ലേഖനങ്ങൾ എഴുതിയിരിക്കുന്നത്? നമ്മൾ ലേഖനങ്ങളിൽ കൂടിയാണ് ക്രിസ്തുവും ചർച്ചുമായിട്ട് റിലേഷൻ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഈ ലേഖനങ്ങളിൽ എല്ലായിടത്തും തന്നെ ഈ ലേഖനം ആർക്കാണ് അഡ്രസ്സ് ചെയ്തിരിക്കുന്നത് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. നമ്മൾ പഠിച്ച റോമാലേഖനം ദൈവത്തിന് പ്രിയരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായ ഏവർക്ക് എഴുതുന്നത്, അല്ലാത്തവർക്കുള്ളതല്ല. എഫെസ്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് വിശുദ്ധന്മാരും ക്രിസ്തുവേശുവിൽ വിശ്വാസികളുമായവർക്ക് എഴുതുന്നത്. ആദ്യം നീ വിശ്വാസിയായിത്തീര്, എന്നിട്ട് ലേഖനത്തിലെ മറ്റു കാര്യങ്ങൾ റെഫർ ചെയ്യും. ആ വിശ്വാസിയായിത്തീരും. വിശ്വാസി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ ആശ്രയിക്കുന്നവൻ. അതിനാവശ്യമായ ഉപദേശമാണ് റോമാലേഖനത്തിൽ കൂടെ വളരെ വ്യക്തമായിട്ട് 52 ക്ലാസ്സിൽ കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അടുത്തത് കൊളോസ്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് കൊളോസ്യയിലുള്ള വിശുദ്ധന്മാരും ക്രിസ്തുവിൽ വിശ്വസ്ത സഹോദരന്മാരുമായവർക്ക് എഴുതുന്നത്. അല്ലാത്തവർക്ക് ഈ ലേഖനം എടുത്ത് ഞങ്ങൾക്കുള്ളതാണെന്ന് പറയാനുള്ള അവകാശമില്ല. ഞാൻ എക്സാമ്പിളിൽ കൂടെ പറഞ്ഞോട്ടെ. ഇന്നാണെങ്കിൽ ഈ മാരേജ് പ്രപ്പോസലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ മൊബൈലുള്ളത് കൊണ്ട് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ, ഫാസ്റ്റ് കമ്മ്യൂണിക്കേഷൻസ് ഉള്ളത് കൊണ്ട് പല രീതിയിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. വിവാഹം നടന്നിട്ടില്ല, വിവാഹ നിശ്ചയം നടന്നിട്ടുള്ളൂ, വിവാഹ നിശ്ചയം നടന്നിട്ടുള്ള പയ്യനും വിവാഹ നിശ്ചയത്തിലേക്ക് പ്രവേശിച്ചതായ പെൺകുട്ടി തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടത്താം. മുൻകാലങ്ങളിൽ കത്തുകളായിരുന്നു ഇതിക്ക് മുമ്പുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കത്ത്, ഇവൻ വിവാഹ നിശ്ചയം നടന്നിട്ട് വിവാഹത്തെ പ്രവേശിക്കുന്നതിന് മുമ്പ് അങ്ങനെ ഒരു കത്ത് വന്ന് വേറെ ആരെടുത്ത് വായിക്കാറില്ല. ആർക്ക് അഡ്രസ് ചെയ്ത് അവരെ വായിക്കാറുള്ളൂ. ഈവൻ കോമൺ സെൻസിൽ തന്നെ നമ്മൾ ഒരാൾക്ക് പേഴ്സണലായിട്ട് ഒരു ലെറ്റർ അഡ്രസ്സ് ചെയ്യണമെങ്കിൽ ആ വ്യക്തിയാണ് വായിക്കുന്നത്, മറ്റൊരാളുടെ കത്തെടുത്ത് വായിക്കാറില്ല. ഈ കത്തുകളൊക്കെ ആർക്കാണ് അഡ്രസ്സ് ചെയ്തിരിക്കുന്നത് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടിരിക്കുകയാണ്. ദൈവത്തിന് പ്രിയരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായ ഏവർക്ക് എഴുതുന്നത്, വിശുദ്ധന്മാരും ക്രിസ്തുവേശുവിൽ വിശ്വാസികളുമായവർക്ക് എഴുതുന്നത്. എല്ലാവർക്കും എടുത്തുകൊണ്ട് താളം കളിക്കുവാനുള്ളതല്ല വേദപുസ്തകം. ആദ്യം നീ വിശ്വാസി അല്ലെങ്കിൽ വിശുദ്ധൻ. എങ്ങനെയാ വിശുദ്ധനായി തീരുന്നത്? ക്രിസ്തു നിനക്ക് ആരാണ്? ഈ വേദപുസ്തകം എന്ന് പറയുന്നത് ക്രിസ്തു മനുഷ്യന് വേണ്ടി ആരാണെന്നും മനുഷ്യൻ ആരാണെന്നും മനസ്സിലാക്കി തരുന്നതാണ്. അതിൽ കൂടെ നിനക്ക് ക്രിസ്തുമായിട്ടുള്ള ഡീപ്പ് നെസസിറ്റി എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അവന് ഹൃദയത്തിൽ വാണ്, അവനുമായിട്ട് ഒബീഡിയൻസിൽ ഒന്നായി തീരുവാൻ ആവശ്യമായിട്ടുള്ള ഉപദേശങ്ങൾ, ശാസനകൾ, നിർദ്ദേശങ്ങളാണ് ഈ വേദപുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത്. ഞാൻ പെർഫെക്റ്റ് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ദൈവവചനത്തെ ആവശ്യമുള്ള രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്ത് ഉപയോഗിക്കാതെ പറഞ്ഞാൽ അതികഠിനമായി ശിക്ഷയ്ക്ക് അർഹരായി തീരുകയാണ്. ഇങ്ങനെയാണ് ഡിനോമിനേഷൻസ് വർദ്ധിച്ചു വന്നത്. അപ്പൊ നമ്മൾ ഈ ലേഖനങ്ങളിൽ കൂടെ ചർച്ച് എന്ന് പറഞ്ഞാൽ ആരാണ്, ഇത് ഈ വാക്യങ്ങളിൽ കൂടെ നിങ്ങൾ യെല്ലോ കളറിൽ കാണുന്ന വാക്യം കൂടെ കാണാൻ സാധിക്കും. ചർച്ച് എന്ന് പറഞ്ഞാൽ ആരാണ്, ആരുടെ കൂട്ടായ്മയാണെന്ന്. വല്ല പേരും വെച്ച് ബോർഡും വെച്ച് ജനസംഖ്യ കൂടുതലുള്ളതല്ല ചർച്ച്. within you, personally within you. ദൈവം കൃപ തന്നാൽ നമുക്ക് അല്പമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. സ്തോത്രം. അതിന് വളരെ പ്രാർത്ഥനയോടുകൂടെ കർത്താവ്, ഞാൻ നിന്റെ ശരീരത്തിൻ്റെ ഒരു അവയവമായി, നീയായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ നീ വിശുദ്ധനായിരിക്കുന്ന പോലെ ഞാനും വിശുദ്ധനായി തിരുവനന്തപുരം കർത്താവ് നിന്റെ കൃപയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. എന്നെയും ഒബീഡിയൻസിൽ തികഞ്ഞവരായി. റോമലേഖനം നമ്മൾ വായിച്ചല്ലോ, രണ്ടിടത്തും നമ്മൾ ആദ്യം പഠിച്ച സമയത്ത് പറഞ്ഞിരിക്കും വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന്. ഇതിന് വിശ്വാസത്തിന് അനുസരണത്തിന്റെ ആവശ്യം. അനുസരണത്തിൽ കൂടെയാണ് വിശുദ്ധി പ്രാപിക്കുന്നത്. കുറെ മോറൽ കാര്യങ്ങൾ, സിന്നുകൾ വിട്ടുകളഞ്ഞുകൊണ്ട് ഞാൻ വിശുദ്ധനാന്ന് പറഞ്ഞിരിക്കുന്നതല്ല. അതിൽ നമ്മുടെ സെൽഫ് റൈഷ്യസ്നെസ് ആണ്. ദൈവത്തിന്റെ റൈഷ്യസ്നെസ് എന്ന് പറഞ്ഞ്
ക്രിസ്തുവേശുള്ള വിശ്വസ്താൽ ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. ഇതൊക്കെ നമ്മൾ റോമാലയത്തിൽ പഠിച്ചു. അതുകൊണ്ട് നല്ലൊരു സമർപ്പണത്തോടു, ഒരു ആഗ്രഹത്തോടു കൂടെ ഈ ക്ലാസ്സുകളുമായിട്ട് യൂട്യൂബിൽ കേൾക്കുന്നവരാണെങ്കിൽ ജഡ്ജ് ചെയ്യാനല്ല, നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഓൾവേസ് വെൽക്കം, ഓൾവേസ് വെൽക്കം. നിങ്ങൾ കമൻസിൽ കൂടെ വരാം, അല്ല പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്യേണ്ടി പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്യാം. ഞാനൊരു ഡിനോമിനേഷൻ്റെ ഉപദേശമല്ല സ്ഥാപിക്കുന്നത്. പേഴ്സണലായിട്ട് നിങ്ങളെ ക്രിസ്തു മുഖാന്തരം ദൈവത്തോട് നിരപ്പിച്ച് അവർ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളെ വിശുദ്ധരാക്കി പ്രസൻറ്റ് ചെയ്യുക എന്നുള്ള ആഗ്രഹത്തോടു കൂടെയാണ് ഈ ക്ലാസ്സുകൾ ഒരുക്കുന്നത്. ദൈവമേ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ നിത്യമായ ദൈവമേ സ്വർഗീയ പിതാവേ, തിരുനാമത്തെ വാഴ്ത്തുന്നു സ്തുതിക്കുന്നു. ഞങ്ങൾ നീ ഒരുക്കുന്നില്ല കർത്താവ്. ഞങ്ങളോട് നിന്റെ സ്നേഹത്തിനായ സ്തോത്രം. ഈ ശബ്ദം കേൾക്കുന്ന ഓരോ ജനത്തിലും കർത്താവ് നിന്നെയുള്ള ആഗ്രഹം വർദ്ധിച്ചു വരടിയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ നീതിക്കായി സ്തോത്രം, നിന്റെ വിശ്വസ്തതയ്ക്കായി സ്തോത്രം. മഹത്വം ഞങ്ങൾ ക്രൂശിൽ കരയറ്റുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ.